നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാനിൽ അമേരിക്ക നടപ്പിലാക്കാൻ പോകുന്നത് വെനിസ്വേലയിൽ അമേരിക്ക നടപ്പിലാക്കിയ അതേ പ്ലാൻ ആണ് എന്ന ചില നിഗമനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയെ തട്ടിക്കൊണ്ടുപോവുകയോ അദ്ദേഹത്തെ വധിക്കുകയോ ചെയ്യുവാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും അമേരിക്ക നടപ്പിലാക്കുക എന്ന രീതിയിലാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ആ പ്രദേശത്തേക്ക് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഇറാനി തീരത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ ഒന്ന് ഇതുമാണ്. ഇങ്ങനെ ഒരു ഉദ്യമം അമേരിക്ക അവിടെ നടത്തിയാൽ എത്രത്തോളം വിജയകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ചും വെനിസ്വേലയുടേത് പോലെയല്ല ഇറാനിലെ സാമൂഹ്യ സാഹചര്യം എന്ന് വ്യക്തമാണ്. അയത്തുള്ള അലി ഖംനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ, അദ്ദേഹം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ തടവുകാരനായി പിടിക്കപ്പെടുകയോ ചെയ്താൽ അദ്ദേഹത്തിന് പകരം റീപ്ലേസ്മെന്റ് ചെയ്യുവാൻ ഇറാൻ ഇപ്പോൾ തന്നെ 7-8 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളും വിശകലനം ചെയ്യപ്പെടുകയാണ്. അതായത് അവരൊക്കെ ആരാണെന്ന് ഇറാന്റെ ആത്മീയ നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന രീതിയിൽ രഹസ്യമായിട്ട് അയത്തുള്ള അലി ഖംനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ നേതൃത്വത്തിലേക്ക് വരുവാൻ 7-8 പേരെ അവിടെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അവിടെ IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് ഫോഴ്സ് ഉണ്ട്, IRGC ഉണ്ട്. അവർ ഇറാനി മത നേതൃത്വവുമായിട്ട് വലിയ വിധേയത്വം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അതിനുശേഷം അയത്തുള്ള അലി ഖംനയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം അവിടെ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് വെച്ചാൽ അത് വെനിസ്വേലയുടേതുപോലെ പ്രായോഗികമാകും എന്ന് ഒരു ധാരണ ലോകത്തിനില്ല. പ്രത്യേകിച്ചും IRGC വലിയ രീതിയിലുള്ള പ്രതിരോധം അതിനെതിരെ ഉണ്ടാക്കും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഒരുപക്ഷെ ഷാ പഹ്ലവിയെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ അയത്തുള്ള അലി ഖംനയ്ക്ക് പകരമായി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും അവിടുത്തെ IRGC പോലെ ഈ ഇറാനിലെ ആത്മീയ ഭരണകൂടവുമായി വിധേയത്വം വെച്ച് പുലർത്തുന്ന സേനാ വിഭാഗങ്ങൾ അംഗീകരിക്കുവാൻ സാധ്യത ഇല്ലെന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന്, ഒരുപക്ഷെ അമേരിക്ക ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു ഫൈറ്റിന്, ഒരു വ്യോമ ആക്രമണത്തിനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിനോ മടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആക്രമണം ഇറാനെ ഒന്നിപ്പിച്ചേക്കാം. നേരത്തെ ഇറാനകത്തും ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭങ്ങളൊക്കെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇല്ലാതായി. അയത്തുള്ള അലി ഖംനയുടെയും ഇറാൻ ഭരണകൂടത്തിൻ്റെയും പിന്നിൽ ആ ജനവിഭാഗം ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിന്നു എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വിശകലനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറാനെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖംനയെ കൊല്ലുന്നതിന് വേണ്ടി വ്യോമാക്രമണമൊക്കെ നടത്തി അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനത് നാശം സംഭവിക്കുന്ന രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ വികാരം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായി മാറും. നേരത്തെ 12 ദിന യുദ്ധസമയത്ത് ഇസ്രായേലിന് എതിരായി മാറിയതുപോലെ എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. പ്രത്യേകിച്ചും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായി അവിടെ ജനകീയ പ്രക്ഷോഭ രംഗത്ത് ഇറാൻ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ആളുകളുമൊക്കെ അമേരിക്കയ്ക്കെതിരായി തിരിഞ്ഞേക്കാം എന്ന ഒരു വിശകലനവും നടത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഒരുപക്ഷെ ഡയറക്റ്റ് ഫൈറ്റിന് തയ്യാറാകാതെ അയത്തുള്ള അലി ഖംനയെ മാത്രം ലക്ഷ്യമാക്കി ഒന്നുകിൽ അദ്ദേഹത്തെ വകവരുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണ ചെയ്യുക എന്ന രീതിയിലേക്കുള്ള ചില ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന നിഗമനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും വെനിസ്വേല അല്ല ഇറാൻ എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ചും അവിടെ IRGC എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗം അവിടുത്തെ മതഭരണകൂടത്തോട് അതികഠിനമായ വിധേയത്വം വെച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനൊരു ആസൂത്രിതമായ നേതൃത്വമില്ലായിരുന്നു. അതാണ് പരാജയപ്പെടുന്നുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം. റിസാ പഹ്ലവി അമേരിക്കയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ജനകീയ പ്രക്ഷോഭകരുടെ കൂടെയുണ്ട്, ഏത് നിമിഷവും ഇറാനിലെത്തും, നിങ്ങൾക്കൊപ്പം ചേരും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തനെ തുടർന്ന് അദ്ദേഹവും പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയുവാനോ ഉരിയാടാനോ ഒന്നും തയ്യാറായില്ല. അതായത് ഈ പഹ്ലവിയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ജനകീയ പ്രക്ഷോഭമൊക്കെ ശക്തമാകും, അപ്പോൾ തനിക്ക് തിരികെ അവിടെ എത്താം, പിന്നെ അമേരിക്കയുടെയൊക്കെ പിന്തുണയോടുകൂടി അവിടെ രാജാവാകാം എന്നൊക്കെയായിരുന്നു. പക്ഷേ അവിടെ ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വാക്കുകളും അല്ലെങ്കിൽ പ്രസ്താവനകളൊന്നും ഉണ്ടായില്ല എന്നതും നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് പഹ്ലവിക്ക് വിയർക്കാൻ വയ്യ, പണിയെടുക്കുവാൻ വയ്യ, പക്ഷെ അദ്ദേഹത്തിന് രാജാവാകണം എന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. പക്ഷേ ഇറാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അവർ ഈ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഈ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റിയാലും അവർ ഒരു രാജകീയ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയില്ല. ഒരു സെക്കുലർ ജനാധിപത്യ ഭരണത്തെ ആയിരിക്കും അവിടുത്തെ യുവജനങ്ങൾ ആഗ്രഹിക്കുക എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നത് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ശത്രുപക്ഷത്ത് നിൽക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അവർ ഫലസ്തീനെ പിന്തുണയ്ക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഫലസ്തീനിലെയും അതുപോലെയുള്ള 2 രാജ്യ പരികല്പന, അല്ലെങ്കിൽ 2 രാജ്യ നയം, അത് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഫലസ്തീനെ പിന്തുണയ്ക്കുക, ഫലസ്തീനിലെ ജനങ്ങളുടെ വികാരം ഇസ്രായേലിനെതിരെ
ചില പ്രോക്സി സംഘടനകൾക്ക്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോക്സി സംഘടനകൾക്ക് അവർ സാമ്പത്തിക സഹായം നൽകുന്നു എന്നതാണ്. നേരത്തെ നമുക്ക് ഈ ഇറാന്റെയും വടക്കൻ കൊറിയയുടെയും കാര്യങ്ങൾ താരതമ്യം ചെയ്താൽ, വടക്കൻ കൊറിയ ഭരിക്കുന്നത് ഇറാനിലെ ഭരണാധികാരിയെക്കാളും കുറച്ചുകൂടി ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരിയാണ്. അവിടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം കുറച്ചുകൂടി അടിച്ചമർത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ ഇൻ്റർനെറ്റും അതുപോലെയുള്ള കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാൻ ജനങ്ങളെ അനുവദിക്കുന്നില്ല. കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള സ്ഥിതിഗതിയാണ് ഇറാനിലുള്ളത്. അതായത് അവിടെ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ആളുകൾ പറയുന്നത് പോലെ അവിടെ മുഖം മൂടി തട്ടമൊന്നും ഇട്ട് നടക്കുന്ന ആളുകളല്ല ഉള്ളത്. വളരെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുവാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അവിടെയുണ്ട്. ഞാൻ നേരത്തെ ഇറാനിൽ പോയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും ചില പ്രത്യേക രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുന്ന ആളുകളുമാണ് ഇറാനിൽ അങ്ങനെ ഒരു അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയുണ്ട് എന്നൊക്കെ പറയുന്നത്. കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ ശത്രുവാകുന്നതിലുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം ഫലസ്തീൻ്റെ കാര്യത്തിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇറാനിലെ ജനകീയ പ്രക്ഷോഭകാരികളെയും അവരെയും അസ്വസ്ഥരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ സ്വന്തം രാജ്യം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സിറിയയിലും ലെബനാനിലും ഒക്കെയുള്ള ഷിയ പ്രോക്സികൾക്ക്, ഇറാഖിലുമൊക്കെയുള്ള ഷിയ പ്രോക്സികൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെയും അന്തർദേശീയ മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറപ്പെടുവിച്ചിരുന്നു. സിറിയയിൽ അസദിന്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഷിയ അനുകൂല ഭരണകൂടം ആയതിൻ്റെ പേരിൽ, അസദിന്റെ ഭരണകൂടം ആയതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറുകളാണ് ഇറാൻ ആ സർക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സൈനികമായും സാമ്പത്തികമായും ഒക്കെ സിറിയയിൽ ചിലവഴിച്ചിട്ടുള്ളത്. അത് ഇറാനിലെ ജനത പട്ടിണി കിടക്കുമ്പോൾ, അവർ ദുരിതത്തിൽ ആകുമ്പോൾ, ആഹാരം കഴിക്കുവാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ അത്തരം കാര്യങ്ങൾ ഇറാനിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത് ഒരു പച്ച പരമാർത്ഥവുമാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെ ഏഷ്യ ഏകോപനം എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി പൈസ ചിലവാക്കുന്ന ഒരു സമ്പ്രദായത്തോട് ഇറാനിലെ ജനങ്ങൾക്ക് യോജിക്കുവാൻ കഴിയുന്നില്ല. അത് യാഥാർത്ഥ്യവും വാസ്തവമാണ്. കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ, അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇറാൻ്റെ ആത്മീയ നേതൃത്വം അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഫണ്ടുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക്, സ്വന്തം രാജ്യം ദാരിദ്ര്യാവസ്ഥയിലേക്ക് നീങ്ങുന്ന അവസരത്തിലും ചിലവഴിക്കുന്ന ഒരു സമ്പ്രദായം ഒരുപക്ഷെ ആ ഭരണകൂടങ്ങൾ നിർത്തുവാനും, എന്ന് വെച്ചാൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ഒപ്പം സിറിയയിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഫണ്ടിങ് ചിലവാക്കുന്നത് കുറച്ചുകൂടി കുറയ്ക്കുകയും ചെയ്താൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അത്തരം പൈസകൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ആരവും പരപ്പും കുറയ്ക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ ഇറാനിയൻ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഭവവികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അമേരിക്ക അവിടെ ഏത് പ്ലാനാണ്, എങ്ങനെയുള്ളൊരു പ്ലാനാണ് നടപ്പിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.